ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് മൂട്ടകളെ തുരത്താനുള്ള മാർഗങ്ങൾ. മൂട്ടകടി പലരുടെയും പേടി സ്വപ്നമാണ്. ഉറക്കം പോകുമെന്ന് മാത്രമല്ല, കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും മൂട്ടകടി കാരണമാകുന്നു. വൃത്തിരഹിതമായ സാഹചര്യമാണ് മൂട്ട ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം. മൂട്ടയുടെ കടി കൊള്ളുമ്പോൾ മാത്രമേ മൂട്ട കട്ടിലിൽ കയറിയെന്ന് മനസ്സിലാകൂ. നോക്കിയാൽ മൂട്ടയെ കാണുന്നില്ല എന്നതും ഒരു വെല്ലുവിളിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ ചുവന്ന തടിച്ച പാടുകൾ, ഉറക്കമുണർന്നാൽ ശരീരത്തിൽ അകാരണമായ ചൊറിച്ചിൽ, ബെഡിനും തലയണയ്ക്കും മുഷിഞ്ഞ നാറ്റവും ദുർഗന്ധവും, ബെഡിലും തലയണയിലും കറുത്ത പാടിന്റെയും കാഷ്ടത്തിന്റെയും സാന്നിധ്യം, ബെഡ്ഷീറ്റിൽ ചോരയുടെ പാടുകൾ എന്നിവയൊക്കെ കട്ടിലിൽ മൂട്ട കയറി എന്നറിയാനുള്ള മാർഗങ്ങളാണ്. വിപണിയിൽ മൂട്ടയെ കൊല്ലാൻ പല രാസവസ്തുക്കളും ലഭ്യമാണ്. പക്ഷേ അവയുടെ ഉപയോഗം മൂട്ടയുടെ ആയുസ്സിനൊപ്പം നിങ്ങളുടെ ആയുസ്സിനും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ തന്നെ നമുക്ക് മൂട്ടയെ തുരത്താം. അതിൽ ഒരു മാർഗമാണ് പുതിന. പുതിനയുടെ കടുത്ത ഗന്ധം മൂട്ടയെ കട്ടിലിൽ നിന്ന് തുരത്തും. പുതിന ഇല കട്ടിലിൽ ഇടുകയോ ചർമ്മത്തിൽ തേക്കുകയോ പുതിന സ്പ്രേ ഉണ്ടാക്കി കട്ടിലിൽ തളിക്കുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മൂട്ട പമ്പ കടക്കും. മൂട്ടയെ തുരത്താനുള്ള അടുത്ത മാർഗമാണ് യൂക്കാലി. യൂക്കാലിയുടെ കടുത്ത ഗന്ധവും മൂട്ടകൾക്ക് ഭീഷണിയാണ്. യൂക്കാലി 1-2 തുള്ളി തലയിണയിലും കിടക്കയിലും തളിക്കുക. കൂടാതെ കിടക്കവരിയും തലയിണ കവറും അലക്കി കഴിഞ്ഞ് 1-2 തുള്ളി യൂക്കാലി ഒഴിച്ച് ആ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കുകയും ചെയ്യാം. മൂട്ടയെ തുരത്താനുള്ള അടുത്ത മാർഗമാണ് കർപ്പൂരം. കട്ടിലിന്റെ അടിയിൽ കർപ്പൂരം പുകച്ചു വെക്കുക. ബെഡിലും തലയിണയിലും കർപ്പൂര പുക കൊള്ളിക്കാം. ഇതും ഒരു പരിധിവരെ മൂട്ടയെ അകറ്റി നിർത്തും. മൂട്ടയെ തുരത്താനുള്ള അടുത്ത മാർഗമാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം അല്പം എടുത്ത് മൂട്ട ഉണ്ടെന്ന് സംശയം തോന്നുന്ന ഭാഗങ്ങളിൽ ഇടുക. മൂട്ടയെ തുരത്താനുള്ള അടുത്ത മാർഗമാണ് ലാവൻഡർ ഓയിൽ. ലാവൻഡർ ഓയിൽ കിടപ്പുമുറിയിലും ബെഡിലും സ്പ്രേ ചെയ്യുന്നത് മൂട്ടയെ അകറ്റും. ഈ ഓയിൽ ശരീരത്തിൽ പുരട്ടുകയും ആകാം. ഇനി മൂട്ട വരാതിരിക്കാനും ഉള്ള മൂട്ട പോകാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. വൃത്തിഹീനമായ സാഹചര്യമാണ് മൂട്ടയ്ക്ക് വളരാൻ അവസരം കൊടുക്കുന്നത്. കട്ടിലിൽ മൂട്ട ഉണ്ടെന്ന് ഉറപ്പായാൽ ചൂടുവെള്ളവും വേപ്പെണ്ണയും ഉപയോഗിച്ച് കട്ടിൽ നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കാം. മൂട്ട ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ബെഡ്ഷീറ്റ്, തലയണ കവർ, പുതപ്പ് എന്നിവ നന്നായി അലക്കിയ ശേഷം ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വെക്കുക. അതിനുശേഷം നല്ല വെയിലിൽ ഉണക്കിയെടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം. നനവുള്ള പ്രതലം മൂട്ടയെ സഹായിക്കും. അതിനാൽ ബെഡ് ഇടയ്ക്കിടെ വെയിലത്തിടുക. കട്ടിലിന്റെ വിടവുകളിലാകും മൂട്ട ഒളിഞ്ഞിരിക്കുക. അത് കണ്ടെത്തി തടയുക. ആ ഭാഗം നിർബന്ധമായും പരിശോധിച്ച് അവിടെ മൂട്ടയെ കണ്ടെത്തിയാൽ യൂക്കാലിയോ വേപ്പില കഷായമോ തളിക്കുക. അപ്പൊ മൂട്ടയെ തുരത്താനുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.